പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. അപ്പോൾ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യർ എന്നും എന്താണ് ഭോഷന്മാരാണ്. അവരുടെ ഉള്ളിൽ എത്ര തന്നെ ആരായാലും ഈ പറഞ്ഞ ഞാൻ പോലായാലും ചീഞ്ഞുകൊണ്ടിരിക്കും ഹൃദയം. നമ്മളെ ഹൃദയത്തിൽ ദുരാത്മ വന്ന് നമ്മളെ ചീപ്പിക്കും. പക്ഷെ നമ്മളത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവമേ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് കൊടുക്കാനും നമുക്ക് ആവണേന്ന് നമ്മൾ ദൈവത്തോട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് പക വഴക്കുകൾക്ക് കാരണമാണ്, സ്നേഹമോ സകല ലംഘനങ്ങളെ മൂടുന്നു. അപ്പോൾ അത്ര പോലും ദൈവം പറയുന്നുണ്ട്, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെ മൂടുന്നു എന്ന്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെ അവയവങ്ങൾ നമ്മളെ ഒരേ അവയവങ്ങളാണ്. അവിടെ വേറെ ഒരു അവയവങ്ങളല്ല. അവിടെ നമ്മളെല്ലാം ഒരേ അവയവങ്ങളാണെന്നാണ് ദൈവം പറഞ്ഞത്. പിന്നെ ദൈവം ഒരു കാര്യം, ഉപ്പ് കാരമില്ലെങ്കിൽ അതെന്ത് ചെയ്യാമായിരുന്നു? മനുഷ്യൻ പുറന്തള്ളി ചവിട്ടിക്കളയായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ദൈവത്തിനെ രുചിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ രുചി നമ്മൾ അറിഞ്ഞ് നമ്മൾ സ്വാദോടെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, വിളമ്പാൻ പറ്റും. ആ രുചി അറിയപ്പെടാൻ ദൈവം നമ്മളെ സ്നേഹത്തോടെ നമ്മളെയും പുലർത്തും. നമ്മുടെ കുടുംബത്തെയും നമ്മളെ മക്കളെയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നന്മ ചെയ്യാനും ഈ ലോകത്ത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നല്ല ആത്മാവിനോട് മരണത്തിനോട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിനോട് സ്വർഗാത്മത്തിനോട് നമുക്ക് വീണ്ടും നമുക്കൊരു പുനരുദ്ധാനം ദൈവം തരുന്നുണ്ട്, നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പ്. അപ്പോൾ വിശ്വാസം എന്ന ആശിക്കുന്ന ഉറപ്പ് കാണാത്ത കാര്യത്തിൽ നിശ്ചയമാണ്. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളുടെ നിശ്ചയമല്ല പറഞ്ഞത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരുക്കുന്ന കാര്യങ്ങൾ, ഇനി വലുത് കാണാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന എന്തിനാ വെച്ചാൽ ദൈവത്തിന് വേണ്ടി സകലതും നല്ലത് കാണിക്കുവാനും കാണിച്ചു കൊടുക്കാനാണ് ദൈവം ഓരോരുത്തരും ഒരുക്കുന്നത്. ആ ഒരിക്കലും ഒന്ന് ഞാനും പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവരും പെടണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നാൽ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമായ നല്ല ദാനങ്ങളും നല്ല തലമുറകളും അനുഗ്രഹിക്കപ്പെടുള്ളൂ. അതോടൊപ്പം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ അടുത്തൊന്നും തോന്നരുത്. ഞാൻ ഒരു കർത്താവിൻ്റെ വചനത്തിലുള്ളതാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ വിഗ്രഹങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ മനുഷ്യരായ നമ്മുടെ കൈവേലുണ്ട് ചെയ്യുന്നതാണ് വിഗ്രഹങ്ങൾ. അവിടെ ജീവനുണ്ടോ? കാതുണ്ടോ? കേൾക്കുന്നുണ്ടോ? ശബ്ദം ഉരുവിടുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ സകലം സൃഷ്ടിച്ച ദൈവമാണ് കർത്താവ്. അപ്പോൾ ആ ദൈവം നമുക്ക് തരുന്നതാണ് നല്ല വിനയത്വം, നല്ല താഴ്മ, എളിമ, സ്നേഹം, വിട്ടുവീഴ്ച, നല്ല ശുദ്ധമായ നമ്മൾ ഒഴുക്കിലൂടെ ജീവൻ്റെ നീരുറവയിലേക്ക് ഒഴുകാൻ, ഒരുപാട് ആൾക്ക് ജീവൻ്റെ ഈ നീരുറവ കൊടുക്കുവാൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുക്കി തരികയാണ് നമുക്ക്. എന്താണോ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നിക്ഷേപമല്ലല്ലോ. നമ്മൾ പോകുമ്പോൾ നമ്മളെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ആ ആത്മാവ് നമ്മൾ ഒരുക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി